തെരഞ്ഞെടുപ്പ് തന്നെയാണ് വിഷയം. തെരഞ്ഞെടുപ്പ് തന്നെയാണ് വിഷയം. അപ്പോൾ LDF 3.0 വരുമോ അതോ LDF നേരെ പ്രതിപക്ഷത്തേക്ക് പോകുമോ എന്നുള്ള കാര്യത്തിലാണ് ചർച്ച നടക്കുന്നത്. അപ്പോൾ ഇൻ കേസ് LDF തോൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ 10 കാരണങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. LDF തോൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആരായിരിക്കും അതിന് ഉത്തരവാദി? അത് ഒന്നാമത്തെ കാരണം നമ്മൾ വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല, വളരെ പെട്ടെന്ന് പറഞ്ഞു. ഒന്നാമത്തെ കാരണം LDF തോൽക്കാൻ കാരണമാകുന്നുണ്ടെങ്കിൽ ഒന്നാമത്തത് വെള്ളാപ്പള്ളിയാണ്. വെള്ളാപ്പള്ളി കാരണഭൂതത്തിൻ്റെ അന്ത്യകൂദാശക്ക് വന്ന മനുഷ്യനാണ് എന്ന് LDFിലുള്ള ആൾക്കാർക്ക് തന്നെ ബോധ്യമുണ്ടാവും. പക്ഷേ അത് ബോധ്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. വെള്ളാപ്പള്ളി SNDPയുടെ ജനറൽ സെക്രട്ടറിയാണ്. കുമാരനാശനെ പോലെയുള്ള, പൽപ്പുവിനെ പോലെയുള്ള, KR നാരായണൻ പോലെയുള്ള നേതൃത്വം കൊടുത്തിരുന്ന SNDPയെ നമ്മുടെ കേരളത്തെ താറടിച്ച് കാണിക്കുന്നതിൽ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയ വ്യക്തി വെള്ളാപ്പള്ളി നടേശനാണ്. അദ്ദേഹം ഒരു ഭാഗത്ത് LDFിനെ സൂചിപ്പിക്കാനും മറുഭാഗത്ത് NDA തലോടാനും വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മോൻ ഉണ്ടാക്കിയ പാർട്ടിയാണ് BDJS. അവരിപ്പോൾ പോയി കിടക്കുന്നത് എവിടെയാണ്? BJPയിലാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ, നമ്മുടെ വെള്ളാപ്പള്ളിയുടെ ഭാര്യ, അവർ അഭിപ്രായപ്പെടുന്നത് BJP അധികാരത്തിൽ വരണമെന്നാണ്. അപ്പോൾ ഇതാണ് അവരുടെ കുടുംബത്തിൻ്റെ ഒരു മഹിമ. ആ കുടുംബത്തിൻ്റെ മഹിമുള്ള മനുഷ്യനെ നവോത്ഥാന സമിതിയുടെ ചെയർമാനാക്കി വെച്ച് പിണറായി വിജയനാണ് തോളത്ത് കൈയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ മുസ്ലിം മതന്യൂനപക്ഷങ്ങൾക്കിടയിലും ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങൾക്കിടയിലൊക്കെ അതിനെതിരെ ശക്തമായ വിരോധം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇവർക്ക് സ്കാൻ ചെയ്യുന്നതിൽ പിണറായി വിജയനോ LDFോ അത് കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ പിണറായി വിജയനെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ആർക്കും കഴിയാത്തത് കൊണ്ടാവാം ഒരുപക്ഷെ അങ്ങനെ നടന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദി LDF തോൽക്കുകയാണെങ്കിൽ അതിൽ ഒന്നാമത്തെ ഉത്തരവാദി ഡെഫിനറ്റ്ലി വെള്ളാപ്പള്ളി ആയിരിക്കും. അപ്പോൾ അത് മുസ്ലിംസിനെ ആക്ഷേപിക്കുന്ന ഒരുപാട് സമയങ്ങൾ ഉണ്ടായിട്ട് മുസ്ലിങ്ങളെ ആക്ഷേപിച്ചിട്ട് മുസ്ലിം ലീഗിനെ പറയുന്നുള്ളതാണ് ഇയാളുടെ ഒരു ടിപ്പിക്കൽ സ്റ്റൈല്. പിന്നെ അതുപോലെ ക്രിസ്ത്യൻ പള്ളിയിലച്ചന്മാരെയൊക്കെ, ഫാദേഴ്സിനൊക്കെ ഇത്തരത്തിൽ പല ആക്ഷേപങ്ങളും ഇദ്ദേഹം പറയാറുണ്ട്. എനിവേ, അപ്പോൾ അതിൽ ഇപ്പോൾ ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രഡിക്ഷൻ വരുന്ന സമയത്ത് ഈ വിഭാഗത്തിൽ മജോറിറ്റി ഓഫ് വോട്ടും പോയത് കോൺഗ്രസിലേക്കല്ല, അത് പോയത് BJPയിലേക്കാണെന്നുള്ള പ്രഡിക്ഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഈയവ എന്ന് പറഞ്ഞാൽ CPMൻ്റെ ഒരു കാലത്ത് ശക്തമായൊരു സ്ട്രോങ് ഹോൾഡാണ് ഈയവ കമ്മ്യൂണിറ്റി. വെള്ളാപ്പള്ളിയെ കൊണ്ടുനടന്നിട്ടും ഈയവ കമ്മ്യൂണിറ്റി കൈവിട്ട് പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഈ വർഗീയത വെച്ച് കളിച്ചു കഴിഞ്ഞാൽ നേട്ടം BJPക്കായിരിക്കും, LDFനാവില്ലാണ്. അപ്പോൾ ഒന്നാമത്തെ റീസൺ വെള്ളാപ്പള്ളിയാണ്. രണ്ടാമത്തെ പിണറായി വിജയനാണ്. പിണറായി വിജയൻ്റെ ആഭ്യന്തരം അത് അത്യാവശ്യം അട്ടർ ഫ്ലോപ്പാണ്. അതിൽ പോലീസിൻ്റെ നരനായിട്ട് ഉൾപ്പെടെയുള്ള ഒരുപാട് റീസൺസ് അതിൻ്റെ ഭാഗമായിട്ട് വരും. പിന്നെ ഇതിൽ ഏറ്റവും വലിയ പരാജയമായിട്ടുള്ളത് ആരാണത് ആ ഐഡിയ പറഞ്ഞു കൊടുത്തതെന്ന് എനിക്കറിയില്ല. പിണറായി വിരുദ്ധ തരംഗമാണ് ശരിക്കും കേരളത്തിലുള്ളത്, അതായത് LDF വിരുദ്ധ തരംഗമല്ല. കാരണം കഴിഞ്ഞ ഒരു 5 വർഷം അത്യാവശ്യം മെച്ചപ്പെട്ട രീതിയിൽ തന്നെയാണ് LDF ഭരിച്ചിട്ടുള്ളത്. ഒരുപാട് കെടുകാര്യസ്ഥതയും അനാവശ്യമായ ചെലവുണ്ടാക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ആഭ്യന്തരം അട്ടർ ഫ്ലോപ്പായിരുന്നു. അപ്പോൾ അതിൽ തന്നെ അത്തരമൊരു സാഹചര്യത്തിൽ പിണറായി വിരുദ്ധ സാഹചര്യം സത്യത്തിൽ കേരളത്തിലുണ്ട്. അപ്പോൾ അത് പരിഹരിക്കാനുള്ള മാർഗം എന്താണ്? പിണറായിനെ മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ ഒരു കളക്റ്റീവ് ലീഡർഷിപ്പിലേക്ക് LDF മുന്നണിയെ കൊണ്ടുവരാൻ എന്നുള്ളതാണ് മാതൃക. പക്ഷെ അതിന് പകരം പിണറായി വിജയൻ തന്നെയാണ് ഞങ്ങളുടെ നേതാവ്. പിണറായി വിജയൻ്റെ ഫ്ലക്സ് എൻ്റെ തല എൻ്റെ മോന്താന്ന് പറഞ്ഞ് നമ്മുടെ കേരളത്തിലെ NHൻ്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സ്ഥലത്ത് മൊത്തം വെച്ചുകൊണ്ട് അത് ഭയങ്കര നെഗറ്റീവ് എഫക്റ്റ് ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് തെരഞ്ഞെടുപ്പിനെ കൈകാര്യം ചെയ്യുന്ന മനസ്സിലാക്കുന്ന ഏത് മനുഷ്യനും കിട്ടും. പക്ഷെ അത് LDFനോ LDFൻ്റെ തന്ത്രങ്ങളോ ഒതുക്കൊടുത്ത നമ്മുടെ കിണർഗോലു നികേഷ് കുമാറിനും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. പാവങ്ങളുടെ കനകോലു എന്നാണ് അദ്ദേഹത്തെ വിളിക്കാറുള്ളതെന്ന് തോന്നുന്നു, നികേഷ് കുമാർ. അപ്പോൾ അത് ആ ഒരു സ്ട്രാറ്റജി സത്യത്തിൽ ഫ്ലോപ്പ് ആവാനാണ് സാധ്യത. പിന്നെ മറ്റൊന്നൊരു ഡിക്റ്റേറ്റർഷിപ്പ് ഫിഗറാണ് പിണറായി വിജയന്. കടക്ക് പുറത്ത് അല്ലാന്നുണ്ടെങ്കിൽ ആ പരിപാടിനോട് വേണ്ടട്ടോ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതൊക്കെ പെരയിൽ പോയി ചോദിച്ചാൽ മതി, ആ തരത്തിലുള്ള ഡയലോഗ് ഉണ്ടല്ലോ, കേരളത്തിലെ ജനങ്ങൾ അതൊന്നും അത്ര പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യില്ല. അത് ഈ തെരഞ്ഞെടുപ്പോടുകൂടി കൃത്യമായി മനസ്സിലാവും. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, ജനാധിപത്യത്തോടു കൂടി, ബഹുമാനത്തോടു കൂടി, ഡിഗ്നിറ്റിയെ ചോദ്യം ചെയ്യാത്ത ആൾക്കാരെയാണ് കേരളത്തിലെ ആൾക്കാർക്ക് ഇഷ്ടം. അപ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പോടുകൂടി കൃത്യമായിട്ട് മനസ്സിലാവും. മൂന്നാമത്തെ കാരണം ഒരു ഡിക്റ്റേറ്റർഷിപ്പ് ഫിഗർ പിണറായി വിജയൻ ഉള്ളതാണ്. നാലാമത്തത് നിലവാരമില്ലാത്ത വർഗീയ ആരോപണങ്ങളാണ്. എന്തിനും ഏതിനും ജമാഅത്ത് ഇസ്ലാമി കുറ്റം പറയും. ഈ ജമാഅത്ത് ഇസ്ലാമി അല്ല നിങ്ങൾ കുറ്റം പറയുന്ന സത്യത, അത് മുസ്ലിം കമ്മ്യൂണിറ്റി ആസ് എ വോളാണ്. കാരണം ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ന്യൂനപക്ഷമാണ്. 1% താഴെയായിരിക്കും അവരുടെ ടോട്ടൽ പോപ്പുലേഷൻ. എന്നിട്ട് എന്തിനും ഏതിനും ജമാഅത്ത് ഇസ്ലാമിയാണ് ഉത്തരവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൾക്കാർ ഡൈജസ്റ്റ് ചെയ്യില്ല. പിന്നെ അതോടൊപ്പം തന്നെ SDPI ആക്ച്വലി ഇവരുടെ കൂടെയാണ് നിന്നിട്ടുള്ളത്. നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ അത്യാവശ്യം മാറ്റി നിർത്തപ്പെട്ട
പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ്, പൊളിറ്റിക്കൽ ഫോറമാണ് സച്ച് എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി, മുസ്ലിം ലീഗ്. ഇതാണ് ആസ് എ ബോൾ ഉള്ളത്. അതിൽ മുസ്ലിം ലീഗ് സെക്കുലർ ഔട്ട്ലുക്കുള്ള പാർട്ടിയാണ്. പിന്നെ അതിൽ തീരെ അത്യാവശ്യം ക്രൈമുകളിലും അതുപോലെ പൊളിറ്റിക്കൽ ക്രൈമിലും പൊളിറ്റിക്കൽ വയലൻസിലൊക്കെ അത്യാവശ്യം ഇടപെട്ട് വന്ന ഒരു സംവിധാനം എസ്.ഡി.പി.ഐ. അപ്പോൾ എസ്.ഡി.പി.ഐനെ ഇവരൊപ്പം നിർത്തിയിട്ട് വർഗീയ ചായ്വോടുകൂടി വിജയരാഘവനും എം.വി. ഗോവിന്ദനും എ.കെ. ബാലനും ഒക്കെ UDF ഒരു വർഗീയ മുന്നണിയാണെന്ന് നിരന്തരം ആക്ഷേപിച്ചു കഴിഞ്ഞാൽ ഉള്ള വോട്ട് പോകുന്നല്ലാതെ പ്രത്യേകിച്ച് അതിൽ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാവില്ല. മുസ്ലിം കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ ഈ LDF നിന്ന് അകന്നു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ വർഗീയ തറ നിലവാരത്തിലുള്ള വർഗീയ ആരോപണമാണ്. പിന്നെ മറ്റൊന്ന് ഷാഫി ഇമ്പാക്റ്റാണ്. മലബാറിൽ ആകമാനം, മലബാറിലാണ് ഹൈ വോൾട്ടേജിൽ പ്രചരണങ്ങളും കാര്യങ്ങളും നടന്നിട്ടുള്ളത്, പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലൊക്കെ. അപ്പോൾ കോഴിക്കോട് ജില്ലയിലൊക്കെ തൂത്തുവാരാൻ ഒരു കാരണം ഷാഫി ആവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ എന്താ പല പ്രിഡിക്ഷൻസും വന്നിട്ടുള്ളത് ആക്സിസ് ഇന്ത്യയൊക്കെ പ്രിഡിക്റ്റ് ചെയ്തതിൽ 8-9 സീറ്റൊക്കെ നേടാൻ സാധ്യതയുണ്ടെന്ന്. അങ്ങനെ സീറ്റ് നേടാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഷാഫിയാണ്. ഷാഫി അത്യാവശ്യം അവിടെ ഇളക്കി മറിച്ചിട്ടുണ്ട്. അതൊരു കാരണമായിട്ട് ഷാഫി ഇമ്പാക്റ്റ് ഡെഫിനറ്റ്ലി LDFനെ തോൽപ്പിക്കാൻ, ഈ ഒരു തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് RSSന്റെ പിന്തുണ. RSSന്റെ പിന്തുണ എന്ന് മാത്രമല്ല, വർഗീയ ശക്തികളുടെ പിന്തുണയൊക്കെ കിട്ടിയത് LDFനാണ്. സത്യത്തിൽ അവരൊക്കെ പിന്തുണ കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാനുള്ള ഒരു ആർജവം കാണിക്കണം. RV ബാബു പിന്തുണയ്ക്കുന്ന പ്രധാനപ്പെട്ട മെയിൻ ആൾക്കാരാണ് കേട്ടോ. കേരളത്തിലെ പ്രധാനപ്പെട്ട വർഗീയവാദികളാണ് എന്ന് സെക്കുലർ സമൂഹം മൊത്തം വിശ്വസിക്കുന്ന RV ബാബു, പിന്നെ ആരാ സെൻകുമാർ, ആരിഫ് ഹുസൈൻ, പിന്നെ ശശികല, പിന്നെ ആരാ അതുപോലെ തുടങ്ങിയ പ്രധാനപ്പെട്ട വർഗീയ കോംബോകൾ മൊത്തം പിന്തുണ കൊടുത്ത് UDF വരുന്നതിനേക്കാൾ നല്ല പിണറായി വിജയൻ തന്നെ വരുന്നതാണ്. BJPക്ക് ഭരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ ഭരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം പിണറായിക്ക് കിട്ടുന്ന കൊട്ടാണ്. നിങ്ങളുടെ ഭരണത്തിൽ ഏറ്റവും കൂടുതൽ തിമിർത്ത് ആടുന്ന, ആസ്വദിക്കുന്ന ആൾക്കാർ ഈ പറയപ്പെട്ട വർഗീയവാദികളാണെന്നൊക്കെയാണ്. അത് നെഗറ്റീവ്ലി ഡെഫിനറ്റ്ലി അത് LDF സർക്കാരിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുമെന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം PR സ്റ്റണ്ടുകളാണ്. PR സ്റ്റണ്ടൊന്നും കേരളത്തിൽ ഒരു ഭരണം പിടിച്ചടക്കാൻ കഴിയും ഞാൻ വിശ്വസിക്കുന്നില്ല. ഒന്നാമത് ഇലക്ട്രിസിറ്റി ഇല്ലാത്ത 10 വർഷങ്ങൾ, PR സ്റ്റണ്ടുകൾ. ഈ PR സ്റ്റണ്ട് പ്രധാനപ്പെട്ട ഒന്നാണ്. പവർ കട്ട് ഇല്ലാത്ത 10 വർഷം എന്നാണ്. പവർ കട്ട് ഇല്ലെങ്കിലും കേരളത്തിലെ ഓരോ വീട്ടിലുള്ള സ്ത്രീകൾ കൃത്യമായിട്ട് അറിയും കറണ്ട് ബില്ല് എത്രയും കൂടുന്നത്. അപ്പോൾ പവർ കട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഒക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കള്ളപ്രചരണം നടത്തി PR വർക്ക് കൊണ്ടുവന്നു, അനാവശ്യമായി ഇല്ലാത്ത വ്യാജ നറേറ്റീവ് ഉണ്ടായി PR വർക്ക് നടത്തിയതും നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ആരോഗ്യരംഗത്തിനൊക്കെ 10ൽ 10 മാർക്കാണ് കൊടുക്കുന്നതെന്നാണ് പിണറായി വിജയന് നമ്മുടെ ഷാരിഖ് സംസുദ്ദീനും തമ്മിലുള്ള ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞത്. എനിവേ ഇത്തരത്തിൽ വ്യാജ നറേറ്റീവ് ഉണ്ടാക്കിയത് കൊണ്ടൊന്നും, അല്ലെങ്കിൽ ഒരുപാട് സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ സ്പെക്കുലേഷൻസ് ഉണ്ടാക്കാൻ ശ്രമിച്ചാലൊന്നും അത് വിജയിക്കില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പോട് കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ മറ്റൊന്ന് VD സതീശനാണ്. കേരളത്തിൽ അത്യാവശ്യം സെക്കുലർ മുഖമുള്ള നുണേശൻ അടക്കമുള്ള ഒരുപാട് വ്യാജ നറേറ്റീവുകൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും സത്യത്തിൽ കോൺഗ്രസ്സിൽ ഒരു സിറ്റുവേഷൻ പറഞ്ഞാൽ KC വേണോ, VD സതീശൻ വേണോ, അതോ ചെന്നിത്തല വേണോ എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ്സുകാർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ. അപ്പോൾ അതിന് മുമ്പ് തന്നെ VD സതീശനെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്തതോടുകൂടി VD സതീശനാണ് കോൺഗ്രസിൻ്റെ മുഖം എന്നുള്ള രൂപത്തിൽ വന്നു. അത് തന്നെ CPMകാരുടെ സ്ട്രാറ്റജിസ്റ്റായ നികേഷിൻ്റെ കണ്ടുപിടുത്തമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിവേ അത് അട്ടർ ഫ്ലോപ്പ് ആയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, ഒരു വർഗീയത പറയുമ്പോൾ കേരളത്തിലെ പൊതുജനങ്ങൾ മഹാഭൂരിഭാഗം ഇത്തരം വർഗീയ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നതിന് എതിർപ്പാണ്. സോഷ്യൽ മീഡിയയിലും സൈബർ മേഖലയിലും ഒരുപാട് വ്യാജ ഫേക്ക് അക്കൗണ്ടുകൾ ഒരുപാട് ആൾക്കാരുണ്ട്. അവരിങ്ങനെ അവരുടെ ഇളക്കം കാണുമ്പോൾ നമ്മുടെ നാട് മൊത്തം വർഗീയമായിട്ടുണ്ടോ എന്ന് തോന്നിപ്പോകും. പക്ഷെ ആൾക്കാർക്ക് ഇത്തരം വർഗീയ പരാമർശം നടത്തുന്നതിനോട് യാതൊരു യോജിപ്പില്ല. ആ സമയത്ത് വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ആൾക്കാർ പറയുമ്പോൾ ഇത് കടലിനെ പോലും തീപിടിപ്പിക്കാൻ സാധ്യതയുള്ള വർഗീയ നരേറ്റീവാണ്, ഇത് നിർത്തണം എന്ന് പറയാൻ ആർജവം കാണിച്ച നേതാവാണ് VD സതീശൻ. അദ്ദേഹമാണ് കോൺഗ്രസിന് മുഖമായി നിൽക്കുന്നത്. സ്വാഭാവികമായിട്ട് അതിന് വോട്ട് കിട്ടും, യുവജനങ്ങളുടെ വോട്ട് കിട്ടും, അദ്ദേഹം നടത്തിയ ഇൻ്റർവ്യൂസിനൊക്കെ വോട്ട് കിട്ടും. അപ്പോൾ അതൊക്കെയാണ് ഞാൻ മറ്റൊരു കാരണമായിട്ട് പറയുന്നത്. പിന്നെ ഡെഫിനറ്റ്ലി നികേഷ് കുമാറിൻ്റെ പാളിപ്പോയ ഇലക്ഷൻ മാനിഫെസ്റ്റോ അത് നെഗറ്റീവായിട്ട് തന്നെയാണ് ഇമ്പാക്ട് ചെയ്യുക. ഒരുപാട് കാരണങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ മറ്റൊന്ന്, പുതുമുഖങ്ങളെ സെക്കൻഡ് ക്ലാസ് ലീഡേഴ്സിനെ ഒട്ടും പരിഗണിച്ചിട്ടില്ല. സ്വരാജിനടക്കം പോലെയുള്ള സ്വരാജിനൊന്നും മത്സരിപ്പിച്ചിട്ടില്ല. അത് മത്സരിപ്പിച്ച ജയിക്കുമെന്നുള്ള മറ്റൊരു വിഷയം. പക്ഷേ സെക്കൻഡ് ക്ലാസ് ലീഡറായ DYFIയുടെയും അതുപോലെ SFIയുടെ ഒക്കെ വളർന്നു വരുന്ന പുതുതലമുറയെ കാര്യമായിട്ട് വെളിച്ചത്ത് കൊണ്ടുവന്നിട്ടില്ല. കാരണം ഈ പ്രതിപക്ഷത്ത് ആവാത്തത് കൊണ്ട് തന്നെ സമരങ്ങളിലൊന്നും കാര്യമായി രംഗപ്രവേശനം നടത്താൻ പറ്റാത്തതുകൊണ്ട് ഒരു സെക്കൻഡ് ക്ലാസ് ലീഡേഴ്സ് കാര്യമായിട്ടൊന്നും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഒക്കെ തവിട് പൊട്ടിയതും
ഒക്കെ ആയിട്ടുള്ള കുറേ നേതാക്കന്മാരാണ്. ഒരാൾ പാലക്കാട് നിന്നുള്ളൊരു നേതാവാണ്, അത് എപ്പോഴും കഞ്ചാവ് അടിച്ചു വരുന്ന ആളാണെന്നാണ് ആരോപണം അദ്ദേഹത്തെക്കുറിച്ച്. പിന്നെ വസീഫാണ്. വസീഫ് എന്തൊക്കെ നോക്കിയിട്ടും ആൾക്കാർക്ക് ഇടയിൽ വസീഫിനൊരു സ്ഥാനം കിട്ടുന്നില്ല. പിന്നെ സാനു അത്യാവശ്യം മലപ്പുറത്ത് കുറേ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്, പക്ഷെ അദ്ദേഹത്തിന് ഒന്നും സീറ്റ് കൊടുത്തിട്ടില്ല. പിന്നെ ജെയ്ക്ക് സി തോമസ്, അയാൾക്കൊന്നും സീറ്റില്ല എന്നാണ് മനസ്സിലാക്കുന്നത്, എവിടെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല അയാളുടെ മുഖം. അപ്പോൾ ഇത്തരത്തിൽ ഒരു പുതുമുഖ സ്ഥാനാർത്ഥികളെ കാര്യമായിട്ടൊന്നും പരിഗണിച്ചിട്ടില്ല. അതും ഒരുപക്ഷെ നെഗറ്റീവായിട്ട് LDFനെ ഇമ്പാക്ട് ചെയ്യാൻ സാധ്യതയാണ് കാണുന്നത്. എനിവേ നമുക്ക് മെയ് 4 വരെ കാത്തിരിക്കാം, ആരൊക്കെ ജയിച്ചു വരും ആരൊക്കെ തോറ്റു വരും എന്നൊക്കെ. ഓക്കെ, താങ്ക് യു.